ശരി ബിജു, തൊടുപുഴ നഗരസഭയ്ക്കൊപ്പം തന്നെ കട്ടപ്പന നഗരസഭയിലെയും പോളിംഗ് ശതമാനങ്ങൾ പരിശോധിക്കേണ്ടത്. എന്നാലും ഓരോ മിനിറ്റിലും പോളിംഗ് ശതമാനങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. കട്ടപ്പന നഗരസഭയിൽ നിന്ന് നിജിൽ ഇപ്പോൾ തത്സമയം ചേരുന്നത്. നിജിൽ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉൾപ്പെടെ നഗരസഭയുടെ വിവിധ ബൂത്തുകളിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. നിലവിൽ കട്ടപ്പന നഗരസഭയിലെ പോളിംഗ് ശതമാനം എത്രത്തോളമാണ്? നിതിൻ, കട്ടപ്പന നഗരസഭയിൽ രാവിലെ 7 മണിയോടെ തന്നെ വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ചിരുന്നു. രാവിലെ വിവിധ ബൂത്തുകളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ തിരക്കിന് കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവരുടെ മേഖലയിലുള്ള വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ ജോയ് വെട്ടിക്കുടി അതുപോലെ മനോജ് ും ശ്രീനഗർ രാജൻ വെള്ളയാങ്കുടിയിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇവരെല്ലാവരും മികച്ച ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ ജോയ് വെട്ടിക്കുടി UDF മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമാണ് ജോയ് വെട്ടിക്കുടി പറയുന്നത്. അതുപോലെ തന്നെ മനോജ് തോമസ് പറയുന്നത് LDF വലിയൊരു വിജയം ഉണ്ടാകും. അതുപോലെ നഗരസഭയിൽ LDF അധികാരത്തിലെത്തുമാണ് പറയുന്നത്. അതുപോലെ BJP പറയുന്നത് നിർണായക ശക്തിയായി മാറും എന്നാണ് BJP ശ്രീനഗർ രാജൻ പറയുന്നത്. എന്തായാലും ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. രാവിലെ തിരക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരക്കിന് കുറവുണ്ട്. വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ ഏകദേശം 35 വാർഡുകളാണുള്ളത്. അവിടെ 35 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 22% മുകളിൽ പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോളിംഗ് വരും മണിക്കൂറുകളിൽ കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിതിൻ.